വിശദമായ വാർത്തകളിലേക്ക്. അക്ഷരം പഠിപ്പിക്കുന്നവർക്ക് പട്ടിണിയും കുറ്റം ചെയ്യുന്നവർക്ക് പരിഗണനയും വിചിത്രമായൊരു കേരള മോഡൽ എന്ന് കുറ്റപ്പെടുത്തി സിറോ മലബാർ സഭ. ഗുരു നിന്നേക്കാൾ ഗുരുവിനെ പട്ടിണിക്കിടുന്നതാണ് വലിയ പാപമെന്നും ശമ്പളമില്ലാതെ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകർക്ക് നേരെ ഭരണകൂടം കണ്ണടച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും സിറോ മലബാർ സഭ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് സർക്കാരിനെതിരെ സഭ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സംസ്ഥാനത്തെ ജയിലുകളിൽ ജോലി ചെയ്യുന്ന ശിക്ഷാ തടവുകാരുടെ ദിവസവേതനം 10 മടങ്ങോളം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. തടവുകാർക്ക് വേതന വർധനവ്, അധ്യാപകർക്ക് അവഗണനയെന്ന് കുറ്റപ്പെടുത്തി സിറോ മലബാർ സഭ. സിറോ മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ജയിലിലെ തടവുകാർക്ക് അർഹമായ പരിഗണന നൽകുന്നതിനെ ആരും എതിർക്കുന്നില്ല. എന്നാൽ വർഷങ്ങളായി ജോലി ചെയ്തിട്ടും നിരവധി കോടതി ഉത്തരവുകളുടെ പിൻബലമുണ്ടായിട്ടും നിയമനങ്ങൾ പാസാക്കി നൽകാതെ 16,000-ൽ പരം അധ്യാപക കുടുംബങ്ങളെ പട്ടിണി കിടത്തുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് സിറോ മലബാർ സഭ ചോദ്യം ഉന്നയിച്ചു. കുറ്റവാളികൾക്ക് നൽകുന്ന കൂലി വർദ്ധിപ്പിക്കുവാൻ കാട്ടുന്ന ശുഷ്കാന്തി നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കുന്ന അധ്യാപകരുടെ കാര്യത്തിൽ എവിടെ പോയി? അധ്യാപക വൃത്തിയേക്കാൾ വില കുറ്റവാളികൾക്കോ? അധ്യാപകരെ പട്ടിണിക്കിട്ട് ഒരു വിജ്ഞാന സമൂഹം കെട്ടിപ്പടുക്കാനാകുമോ? ഒരു നാടിന്റെ നട്ടെല്ലായ അധ്യാപകരെ അവഗണിക്കുന്നത് വഴി സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ് എന്നീ ചോദ്യങ്ങൾ സിറോ മലബാർ സഭ ഉന്നയിച്ചു. കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന സാഹചര്യത്തേക്കാൾ കുറ്റവാളികൾ രൂപപ്പെടുന്നത് തടയാൻ പ്രാപ്തിയുള്ള അധ്യാപകരെയാണ് സർക്കാർ ചേർത്ത് പിടിക്കേണ്ടത്. ഗുരു നിന്നേക്കാൾ ഗുരുവിനെ പട്ടിണിക്കിടുന്നതാണ് വലിയ പാപമെന്ന് പറഞ്ഞ സിറോ മലബാർ സഭ ശമ്പളമില്ലാതെ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരുടെ ജീവിതം ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും ഭരണകൂടം കണ്ണടച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും വ്യക്തമാക്കി. ഡെസ്ക് ഷിക്കേന ന്യൂസ്.